കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനമാണ്. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ ഔന്നത്യത്തിലാണ്. അടുത്ത കാലത്ത് 1,00,000 വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളത്ത് നടന്ന കായികോത്സവം വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സ്കൂൾ കലോത്സവം. ഉപജില്ല മുതൽ തുടങ്ങി സംസ്ഥാന തലം വരെ വളരെ ചിട്ടയായി നടത്തുന്ന ഒരു വലിയ കലോത്സവമാണ്. ധാരാളം സംഗീതജ്ഞരെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഇത്തരം കലോത്സവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ, ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. മെട്രോ 7 ഫിനാൻസ് ഡയറക്ടറായ ശ്രീ രാജീവ് ചേർന്നാണ് നൽകുന്നത്. അതുപോലെ ഈ അവാർഡിന് അർഹമായ എല്ലാ കമ്മിറ്റി കൺവീനർമാരും ഇതിലേക്ക് കടന്നു വരുന്നതാണ്. എല്ലാ കമ്മിറ്റി കൺവീനർമാരും ഇവരുടെ എല്ലാം ദിവസങ്ങൾ നീളുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സബ് ജില്ലാ കലോത്സവം നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചത്. ഇവരെല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഒരു വലിയൊരു കൈയ്യടി കൊടുത്ത് ഇവരെ അനുമോദിക്കുക. ദിനരാത്രങ്ങളാണ് ഇവർ ഇതിന്റെ പിന്നിൽ ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഒത്തിരി കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൂടെ വേദി പങ്കിടുന്ന ഒരു നിമിഷം. തീർച്ചയായും നമ്മുടെ കല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവും ഭാഗ്യവുമാക്കി തീർത്തുകൊണ്ട് സൗഹൃദമായ മത്സരത്തിലൂടെ നമ്മുടെ കഴിവിനെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരമാണ് ഇത്. ഇപ്പോൾ മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ജില്ലാ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുവാൻ പോകുന്ന ഒരു വേളയാണിത്. നമ്മുടെ കല അത് ഒരു സൗഹൃദ അന്തരീക്ഷത്തിലൂടെ, മത്സര ബുദ്ധിയോടെ അല്ലാതെ, മത്സരമാണെങ്കിലും നമ്മളോടൊപ്പം കഴിവുള്ള കുട്ടികളോട് നമ്മൾ മാറ്റുരക്കുമ്പോൾ അതിലൂടെ നമ്മുടെ കഴിവിനെ, അത് എത്രത്തോളം നമ്മളിലുള്ള കഴിവിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണിത്. എപ്പോഴും നമ്മൾ വിജയിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം, പല വിധത്തിലുള്ള കലകൾ നമ്മൾക്ക് ആ ഒരു സദ്വാസന നമുക്ക് വളരെയധികം പരസ്പരം സ്നേഹത്തോടെ സഹകരണത്തോടെ നമ്മൾക്കൊരു മത്സര ബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കലുഷിതമാക്കുന്ന മത്സര ബുദ്ധിയോടെ അല്ലാതെ സൗഹാർദ്ദത്തോടെ നമ്മുടെ കലകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾക്ക് കഴിവുള്ള ആ കലകളെ നമ്മൾ ജീവിത നിലവാരത്തിൽ നമ്മൾ ആ കലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കലയുടെ ഭാഗമായി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ ജനമനസ്സുകൾക്ക്, മനസ്സിനും കണ്ണിനും കാതിനുമെല്ലാം കുളിർമയേകുന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ കലകളിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആശംസാ പ്രസംഗം ഇവിടെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അതുകൂടാതെ തന്നെ എനിക്ക് പറയുവാനുള്ളത്, ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ, ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളുണ്ട്. തീർച്ചയായും ആ കരങ്ങളെ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയ ആ കരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും ഇനിയുള്ള പരിപാടികളിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ കലോത്സവത്തിന് തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയ സ്കൂളിനെ അനൗൺസ് ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ എവറോളി ട്രോഫി അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ ഒരു അനുഭവം. ഒപ്പം ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലുമൊക്കെ
മത്സരത്തിൽ വിജയികളായ എല്ലാ കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങൾ ഇവിടെ നൽകുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ ഒരു സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം കുട്ടികളും അവരുടെ കൂടെയുള്ള അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിനിവിടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉദ്ഘാടകനായ തോമസ് മാഷോട് സൂചിപ്പിച്ചു, ഇന്ത്യക്ക് മാതൃകയായ വിദ്യാഭ്യാസമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണമുള്ളവനും ഇല്ലാത്തവനും പഠിക്കുവാൻ അവസരം ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ കേരളം എല്ലാ വർഷവും വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ആ ഒരു സമ്മാനമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നടന്ന ഏതാണ്ട് 25,000-ഓളം കുട്ടികൾ പങ്കെടുത്ത കായികമേള. അത് ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തിയത്. ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു കായികമേള നടത്തുന്നൊരു അനുഭവം എറണാകുളം ജില്ലയിൽ ഉണ്ടായി. അത് കേരള ചരിത്രത്തിൽ ആദ്യമാണ്. കേരള ചരിത്രത്തിൽ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിലുള്ള സ്കൂൾ കായികമേള നടന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം എന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ 4 ദിവസം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഈ കലോത്സവത്തിൽ വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു വലിയൊരു മഹനീയമായ പ്രവർത്തനം യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ നല്ല രീതിയിൽ ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ സുമാ മാഡത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ അധ്യാപകരെയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള നിരന്തരമായി നമ്മുടെ സാബു സാറിൻ്റെ നേതൃത്വത്തിൽ ഒത്തേറെ പോലീസുകാർ ഇതിനു വേണ്ടി അവരുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടപ്പിലാക്കി. കാര്യം പോലീസുകാരാണ് ഒരു പരിപാടിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടെങ്കിൽ അത് വളരെ തന്മയത്വത്തോടെ പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു പ്രശ്നം അവിടെ ഒഴിവാകും. ഉപജില്ലയിലെ LP വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് എന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ ഈ ഒരു കലാമേളയിൽ ദർശിക്കുവാൻ സാധിച്ചു. അതിൽ 1-2 പറയാതെ നിവർത്തിയില്ല.
ഒന്ന്, ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംഘടിപ്പിച്ച ഇൻക്ലൂസീവ് കായിക മേള പോലെ നമ്മുടെ ഈ കലോത്സവത്തിൽ ഇൻക്ലൂസീവ് കലോത്സവമായിരുന്നു എന്ന് നമുക്ക് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിവിധ പ്രദേശങ്ങളായ ചെല്ലാനം, കണ്ണമാലി, തൂക്കുംപടി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതുപോലെ തന്നെ കുമ്പളങ്ങി, പെരുമ്പടപ്പ്, പണ്ടുരുത്തി, ഇടക്കൊച്ചി എന്നീ സ്ഥലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധിയായ എല്ലാ വിഭാഗം മനുഷ്യരുടെയും കണ്ണും കാതും മനസ്സും കുമ്പളങ്ങിയുടെ ഈ മണ്ണിലായിരുന്നു. ഏകദേശം ഈ പ്രദേശങ്ങളിലുള്ള 72ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 4138 വിദ്യാർത്ഥികളാണ് 359ഓളം വരുന്ന മത്സര ഇനങ്ങളിൽ ഇവിടെ പങ്കെടുത്തത്. അതിൻ്റെ വിജയാരവം നമ്മൾ നടത്തി കഴിഞ്ഞു. ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകര് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അക്കാദമികമായ കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ സർഗവാസനകളും കലാവാസനകളും ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ട പരിശീലനം നൽകിയ അധ്യാപകര്, വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് മാസങ്ങളോളം തയ്യാറെടുത്തു വന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ, ഈ നാട്ടുകാരെ എല്ലാവരും ചേർന്ന് ഈ ഉത്സവം വലിയൊരു ആഘോഷമാക്കി ഇവിടെ മാറ്റുകയാണുണ്ടായത്.